AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിൽ. സുഹൈൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ് സുഹൈൽ. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു അറസ്റ്റ്. MC മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും AKG സെന്റർ ആക്രമണ കേസ് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഏറ്റവും പ്രധാനമായി മാസങ്ങളായി ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അതുമാത്രമല്ല, ഈ അറസ്റ്റിലായ സുഹൈൽ ഷാജഹാൻ എന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയാണ്, അല്ലെ? ഭവ്യ, 2 വർഷം ഈ സംഭവം ഉണ്ടായിട്ട് 2 വർഷം ഇന്ന് തികയാണ്. 2022 ജൂലൈ 1 ഈ പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം AKG സെന്ററിൽ ഉണ്ടാകുന്നത്. അന്ന് പടക്കമറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതായത് AKG സെന്റർ തറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു ആരോപണം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ കൂടിയായിട്ടുള്ള ഈ സുഹൈൽ ഷാജഹാൻ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 85 ദിവസം വരെ നീണ്ടെടുത്തു. അതിന് പിന്നാലെയാണ് ആറ്റിപ്പ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജിതിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അതും 85 ദിവസങ്ങൾക്ക് ശേഷം. തുടർന്ന് ഈ സ്കൂട്ടർ എത്തിച്ച് നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ കൂടിയായിട്ടുള്ള നവ്യയെ കൂടി പിന്നീട് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ മുഖ്യ ആസൂത്രകനായിട്ട് കണ്ടെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന സുഹൈൽ ഷാജഹാനെ പിടികൂടാൻ സാധിച്ചില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ സ്കൂട്ടർ എത്തിച്ച് നൽകിയ സ്കൂട്ടറിന്റെ ഉടമ സുധീഷ്, അതായത് ഈ സുഹൈൽ ഷാജഹാന്റെ ഡ്രൈവർ കൂടിയാണ്. ഇവർ രണ്ടുപേരും പിന്നീട് വിദേശത്തേക്ക് കടന്നു കളയുകയും ചെയ്തു. കാരണം സ്വാഭാവികമായും ഈ അന്വേഷണം വലിയ രീതിയിൽ എഴഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. 85 ദിവസത്തിന് ശേഷമാണ് പ്രതികൾക്ക് പോലും എത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിക്കുകയും ചെയ്തത്. ആ സമയത്തേക്ക് ഇവർ രണ്ടുപേരും വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു എന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്തത്. പിന്നീട് 1 വർഷത്തിനിപ്പുറമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ രണ്ടാം പ്രതിയായാണ് ഈ സുഹൈൽ ഷാജഹാനെ ഉൾപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് സുഹൈൽ ഷാജഹാനെ പിടികൂടുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ പ്രതിയെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം 2 വർഷങ്ങൾക്കിപ്പം വീണ്ടും പുരോഗമിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊപ്പം തന്നെ ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഈ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ കരുത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായും. മിഥുൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇനി കേസിൽ എത്ര പ്രതികൾ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടോ? ഒപ്പം ഈ അറസ്റ്റിലായ പ്രതി ഇപ്പോൾ കെ സുധാകരന്റെ അടുത്ത അനുയായിയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിലേക്ക്, കെ സുധാകരനിലേക്ക് ചോദ്യം ചെയ്യലടക്കം എത്താനുള്ള സാധ്യത അതെത്രമാത്രമുണ്ട്? ഭവ്യ, മുഴുവൻ 4 പ്രതികളാണുള്ളത്. അതിൽ 2 പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. ഒപ്പം തന്നെ ഇനി സുഹൈൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സുഹൈലിന് പുറമെ സുഹൈലിന്റെ ഡ്രൈവർ സുധീഷ് കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത്. സുധീഷും ആ സമയത്ത് വിദേശത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ EP ജയരാജൻ അടക്കമുള്ളവർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉന്നയിച്ചുവെങ്കിൽ പിന്നീട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു പടക്കമാണ് എറിഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ KPC ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് KPCയിലെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തല്ലിത്തകർപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു ആസൂത്രണം നടത്തിയത്. AKG സെന്ററിലേക്ക് പടക്കമറിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. അതിൽ നേതൃത്വത്തിന് എത്രത്തോളം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ച് കണ്ടറിയേണ്ടിയിരിക്കുന്നതായും സുഹൈൽ ഷാജഹാനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ ഷാജഹാനെ ചോദ്യം ചെയ്തതിനു ശേഷം ആരാണ് ഇതിൽ ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നതായാലും നേതൃത്വം സംബന്ധിച്ച് ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരി, നന്ദി. MC മിഥുനാണ് വിശദീകരിച്ചത്.